പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ ഹാർവസ്റ്റ് TV പ്രേക്ഷകർക്കും വീണ്ടും ഗ്ലോറി ഫെസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു വെൽവിഷറാണ്. ആ വെൽവിഷറിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തിരുവചനത്തിലേക്ക് കടക്കാം. പരിശുദ്ധാത്മാവേ, ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ പ്രിയ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ മേൽ സർവ്വ അനുഗ്രഹങ്ങളെയും റിലീസ് ചെയ്യുന്നു. ഈ വചനത്തെ ലോകരാജ്യങ്ങളിൽ എത്തിക്കുവാൻ ഭാഗവാക്കായ പ്രിയപ്പെട്ട കുടുംബത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അവരുടെ തലമുറകളെ ബ്ലസ് ചെയ്യുന്നു. അവരുടെ മേൽ സർവ്വ അനുഗ്രഹങ്ങളും റിലീസാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രോഗ്രാമുകൾ ഹാർവസ്റ്റ് TVയിൽ എല്ലാ ട്യൂസ്ഡേയും സാറ്റർഡേയും ഉച്ചതിരിഞ്ഞ് 2:30 മണിക്ക് നടക്കുന്നു. അത് കാണുവാനും മറ്റുള്ളവരോട് പറയുവാനും നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. അതോടൊപ്പം തന്നെ നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അപ്പോസ്റ്റൽ ജാക്സൺ ജെയിംസ് എന്നാണ് ചാനലിൻ്റെ പേര്. നിങ്ങൾക്കത് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ എപ്പിസോഡുകളൊക്കെ എപ്പോഴും നിങ്ങൾക്ക് അതിൽ കാണാം. ഒപ്പം തന്നെ നമുക്ക് സൂം മീറ്റിങ്ങുകൾ അവൈലബിൾ ആണ്. സൂം മീറ്റിങ്ങുകളുണ്ട്. അതിൽ പങ്കെടുക്കുവാനും നിങ്ങൾക്ക് മറ്റ് കൂടുതൽ വിവരങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ ആയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ അവസരങ്ങളുണ്ട്. ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇതേ നമ്പറിൽ തന്നെ ഞങ്ങളെ വിളിക്കുക. ചുമ്മാ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ശരിക്കും നിങ്ങൾക്ക് ആത്മാവിൽ ഒരു ബോധ്യം കിട്ടിയാൽ നിങ്ങൾക്കൊരു ചലനമുണ്ടാകും ആ മേഖലയിൽ. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ 5 രൂപ എടുക്കാനില്ല, പക്ഷെ നിങ്ങൾക്ക് ആത്മാവിൽ ഒരു ബോധ്യം കിട്ടി, ഞാൻ ആത്മാവിൽ ഒരു കോടീശ്വരനാണ്, ആത്മാവിൽ ഞാൻ ദരിദ്രനല്ല സമ്പന്നനാണ് എന്നൊരു ബോധ്യം കിട്ടിയാൽ നിങ്ങൾ അത് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ഒരു ചലനത്തിലേക്ക് പോകണം. ഹല്ലേലൂയ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വീട് പണിയാൻ പൈസയില്ല, പേഴ്സിൽ പൈസയില്ല, പക്ഷേ നിങ്ങൾക്ക് വെളിപ്പാടുണ്ട് ഞാൻ ആത്മാവിൽ കോടീശ്വരനാണ് എങ്കിൽ നിങ്ങൾ വീട് പണിയാൻ ആൾക്കാരെ വിളിച്ചു വരുത്തണം, മേശിരിയെ വിളിക്കണം, പണി തുടങ്ങണം. പണി തുടങ്ങുമ്പോൾ ദൈവം പണി പൂർത്തീകരിക്കും. ഇതാണ് ആത്മാവിലുള്ള ജീവിതം. നമുക്കെല്ലാം പരിചയമുള്ളത് ദൈവമേ ഇറങ്ങി വരണേ ഇത് പറയാനാണ് നമുക്ക് പലപ്പോഴും പരിചയമുള്ളത്. എന്നാൽ അതല്ല ദൈവത്തിൻ്റെ സ്വപ്നം. ദൈവത്തിൻ്റെ സ്വപ്നം ദൈവം ഒരു വ്യക്തിയുടെ ആത്മാവിൽ വന്നിരുന്ന് തൻ്റെ ആത്മാവിനാൽ ഭരിക്കപ്പെട്ട് താൻ ജീവിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. ഈ പുറത്തെ മനുഷ്യനാൽ നിയന്ത്രിക്കപ്പെടാതെ അകത്തുള്ള ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം. എല്ലാവരും പറഞ്ഞു, ആത്മാവിനാൽ ഞാൻ നിയന്ത്രിക്കപ്പെടണം, ഞാൻ കൺട്രോൾ ചെയ്യപ്പെടണം. ആ ജീവിതത്തിലേക്ക് നമ്മൾ കയറിയെങ്കിലേ നമുക്ക് ഒരു വലിയ മാറ്റം നമ്മൾക്ക് സെൻസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. ഇതാണ് ആത്മാവിലുള്ള ജീവിതം. ആത്മാവിലുള്ള ജീവിതം ഒരിക്കലും തോൽവിയില്ലാത്ത ജീവിതമാണ്. ആത്മാവിലുള്ള ജീവിതം എപ്പോഴും വിജയത്തിന്മേൽ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അത് തേജസ്സിന്മേൽ തേജസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ആ ഒരു ജീവിതം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ. ആ ഒരു ജീവിതം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആ ആത്മാവിലുള്ള ജീവിതം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആത്മാവിലുള്ള ജീവിതം. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ, എൻ്റെ ആത്മമനുഷ്യൻ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടെ എന്നെ കേട്ടാട്ടെ. എവിടെയാണ് അബദ്ധം പറ്റിയത് എന്ന് ഞാൻ പറയാൻ പോവുകയാണ്. ക്രിസ്ത്യാനികളെല്ലാം വീണ്ടും ജനിച്ചു, കാര്യം ശരിയാണ്, വീണ്ടും ജനിച്ചു. അവരുടെ ആത്മാവ് വീണ്ടും ജനിച്ചു എന്നത് വളരെ സത്യമാണ്. യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചപ്പോൾ തന്നെ ഒരു ക്രിസ്ത്യാനിയുടെ ആത്മാവ് വീണ്ടും ജനിച്ചു. പക്ഷെ പിന്നെ എവിടെയാണ് ബ്രദറെ പ്രശ്നം പറ്റുന്നത്? ഞാൻ വീണ്ടും ജനിച്ചല്ലോ, പിന്നെ എന്താ പ്രശ്നം? വീണ്ടും ജനിക്കുന്നതല്ല കാര്യം, വീണ്ടും ജനനാവസ്ഥയിൽ നടക്കുന്നതാണ് കാര്യം. അതുകൊണ്ടാണ് ഗലാത്യർ 5:16 പറഞ്ഞത്. അവിടെ പറയുകയാണ്, ആത്മാവിൽ ജനിക്കണമെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ആത്മാവിൽ ജനിച്ചവൻ ആത്മാവിൽ നടപ്പീൻ. എല്ലാവരും പറഞ്ഞേ, ആത്മാവിൽ ജനിച്ചിട്ട് ഞാൻ ആത്മാവിൽ നടക്കണം. എല്ലാ ക്രിസ്ത്യാനികളും യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ച എല്ലാ വിശ്വാസികളും ആത്മാവിൽ വീണ്ടും ജനിച്ചു കഴിഞ്ഞു. പക്ഷെങ്കിൽ പ്രശ്നം അവരാത്മാവിൽ നടക്കുന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അവരാത്മാവിൽ നടക്കുന്നില്ല. എന്താണ് ആത്മാവിൽ
ആത്മാവിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മമണ്ഡലത്താൽ അവരുടെ മനസ്സും ശരീരവും ഭരിക്കപ്പെടുക. എന്താണ്? ആത്മമണ്ഡലത്താൽ അവരുടെ മനസ്സും ശരീരവും ഭരിക്കപ്പെടുക. ആ അവസ്ഥയിലോട്ട് പോകുന്നില്ല. ആ അവസ്ഥ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവരിപ്പോഴും ആത്മാവിൽ ജനിച്ചു, കാര്യം ശരിയാണ്. പിന്നെയും അവർ ജീവിക്കുന്നത് ജഡത്തിൽ തന്നെയാണ്. പിന്നെയും അവർ ജീവിക്കുന്നത് അവരുടെ പഴയ ഓർമ്മകളിൽ തന്നെയാണ്. അവർ സത്യത്തിലല്ല ജീവിക്കുന്നത്, അവർ ആത്മാവിലല്ല ജീവിക്കുന്നത്. പിന്നെയും അവർ ജീവിക്കുന്നത് അവരുടെ പഴയ മനുഷ്യനിൽ തന്നെയാണ്. എന്തുകൊണ്ടാണ് ബ്രദറെ അങ്ങനെ സംഭവിക്കുന്നത്? പുതിയ മനുഷ്യനാൽ, അല്ലെങ്കിൽ അകത്തെ മനുഷ്യനാൽ, അല്ലെങ്കിൽ ആത്മമനുഷ്യനാൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മനഃപൂർവ്വം സമർപ്പിക്കണം. കാരണം ഓരോ നിമിഷവും നിങ്ങൾക്ക് ദൈവം ഒരു അവസരം തരികയാണ്. ഓരോ സാഹചര്യത്തിലും നിങ്ങൾക്കതിനെ ആത്മാവിൽ നേരിടാം, അല്ലെങ്കിൽ ജഡീകമായി നേരിടാം. ഓരോ സാഹചര്യത്തിലും ദൈവം നിങ്ങൾക്ക് ഇപ്പോഴും ഓപ്ഷൻ തന്നിരിക്കുകയാണ്. നിങ്ങൾ വീണ്ടും ജനിച്ചാലും ശരി, നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ആത്മാവിൽ അതിനെ ചിന്തിക്കാം, അല്ലെങ്കിൽ ജഡത്തിൽ ചിന്തിക്കാം. നിങ്ങൾക്ക് ആത്മാവിൽ ആ സാഹചര്യത്തോട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ജഡത്തിൽ മുന്നോട്ട് പോകാം. ഈ രണ്ട് ഓപ്ഷനും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ റോബോട്ടായി പോകും. ഇല്ലെങ്കിൽ ആരായി പോകും? റോബോട്ടായി പോകും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ ഒരു റോബോട്ടാക്കുവാൻ ദൈവത്തിന് താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ മനുഷ്യനാണ്, നിങ്ങൾ റോബോട്ടല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോ സന്ദർഭത്തിലും നിങ്ങൾക്ക് ആത്മാവിൽ മുന്നോട്ട് പോകണമോ ജഡത്തിൽ മുന്നോട്ട് പോകണമോ എന്ന് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്. ആ തീരുമാനം നിങ്ങളുടെ കൈകളിലാണുള്ളത്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഓരോ വട്ടവും ഓരോ സാഹചര്യത്തിലും ആത്മാവിൽ എനിക്ക് ചിന്തിക്കാം, ആത്മാവിൽ പെരുമാറാം. രണ്ട് കാര്യങ്ങൾ നടക്കണം. ഒന്ന്, ആത്മാവിൽ ചിന്തിക്കണം, അത് കഴിഞ്ഞ് ആത്മാവിൽ നടക്കണം. ഒരു ചിന്തയെ ആദ്യം നിങ്ങളെ ആത്മാവിൽ ചിന്തിക്കാൻ ഒരു അനുവാദം കൊടുക്കണം. നിങ്ങളുടെ അകത്തുള്ള ആത്മാവിന് നിങ്ങളുടെ അകത്തേക്ക് ചിന്തകളെ നിക്ഷേപിക്കാൻ നിങ്ങൾ അവകാശം കൊടുക്കണം. അത് കഴിഞ്ഞ് ആ ചിന്തകളാൽ നയിക്കപ്പെടാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം ആ ചിന്തകളിൽ നയിക്കപ്പെടണം. ഏത് ചിന്തകളിൽ? ആത്മാവ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട ചിന്തകളിൽ. അപ്പോൾ ആത്മാവ്, മനസ്സ്, ശരീരം. ആത്മാവ്, മനസ്സ്, ശരീരം. ആത്മാവ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട ചിന്തകളാൽ നിങ്ങളുടെ ശരീരം ചലിക്കണം. ആ ചലിച്ചു തുടങ്ങുമ്പോഴാണ് നിങ്ങൾ അത്ഭുതമായി മാറുന്നത്. എല്ലാവരും പറഞ്ഞു, അങ്ങനെ ചലിച്ചു തുടങ്ങുമ്പോഴാണ് അത്ഭുതമാകുന്നത്. നിങ്ങളങ്ങനെ ചലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അത്ഭുതമാകത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് അത്ഭുതമാകത്തില്ല. അതുകൊണ്ടാണ് യാക്കോബ് 2:17 പറഞ്ഞത്, പ്രവൃത്തി കൂടാത്ത വിശ്വാസം നിർജീവമത്രേ. എല്ലാവരും പറഞ്ഞാട്ടെ, പ്രവൃത്തി കൂടാത്ത വിശ്വാസം നിർജീവമത്രേ. അത് വിശ്വാസമല്ല. സത്യം പറഞ്ഞാൽ അതെന്തല്ല? അത് വിശ്വാസമല്ല. അത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ചുമ്മാ പറയുന്നതാണ്. അതല്ല വിശ്വാസം. വിശ്വാസം ദൈവബന്ധത്തിൽ ലഭിക്കുന്ന ഒന്നാണ്. അത് ദൈവവചനത്താൽ നിങ്ങളുടെ അകത്തേക്ക് നിക്ഷേപിക്കപ്പെടുന്ന ഒന്നാണ്. നിങ്ങൾക്ക് ദൈവവചനമായിട്ട് ബന്ധമില്ല, നിങ്ങൾക്ക് ദൈവമായിട്ടും ബന്ധമില്ല. ഈ രണ്ട് വ്യക്തികളും പറയുന്നത് എന്തുവാ? എനിക്ക് വിശ്വാസമുണ്ട്. വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് തിരിയത്തില്ല. വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം വിശ്വാസത്തിൻ്റെ മേഖലയിലേക്ക് ചലിക്കും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം യേശുവും ശിഷ്യന്മാരും പടകിലിരിക്കുമായിരുന്നു. അല്ലെങ്കിൽ യേശു പടകിലേക്ക് അടുത്ത് വരികയാണ്, കടലിന് മുകളിൽ കൂടെ നടന്നു വരികയാണ്. ഉടനെ പത്രോസ് പറഞ്ഞു, നീ ആണെങ്കിൽ എനിക്ക് കടൽ മുകളിൽ കൂടെ നടക്കണം. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ പറയും, ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ പത്രോസ് മുങ്ങിപ്പോയെങ്കിലും കുഴപ്പമില്ല, കാല് വെച്ചു. ഹല്ലേലൂയ. ആ കാല് വെച്ച് എന്തുകൊണ്ടാണ്? അവന് കടുകുമണിയോളമെങ്കിലും ഫെയ്ത്ത് ഉണ്ട്. എന്നാൽ മറ്റുള്ള ശിഷ്യന്മാർ എവിടെ ഇരിക്കുകയാണ്? അവരിപ്പോഴും ബോട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അവരിപ്പോഴും കാല് വെച്ചിട്ടില്ല. അപ്പൊ ആത്മാവിലുള്ള ജീവിതത്തിന്റെ പൂർത്തീകരണം കാൽ വയ്പ്പുകളിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഒന്നുകൂടെ പറയാം. നിങ്ങൾക്ക് വീട് പണിയണം, പക്ഷെ നിങ്ങളുടെ കയ്യിൽ 5 രൂപയില്ല. ഹല്ലേലൂയ. ആ സാഹചര്യത്തിൽ നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, മേശിരിയെയും മെയ്ക്കാടിനെയും വീട്ടിൽ വിളിച്ചു വരുത്തി പണി ആരംഭിക്കണം.
എന്ത് ബലത്തിൽ? ആത്മാവ് അത് പൂർത്തീകരിക്കുമെന്നുള്ള ബലത്തിൽ, ആ ബോധ്യത്തിൽ, ആ ഫെയ്ത്ത് തലത്തിൽ നിങ്ങൾ കാലുവെക്കണം. എല്ലാ പൈസയും കിട്ടിയിട്ട് ഞാൻ കാല് വയ്ക്കാം ബ്രദറെ എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. പത്രോസ് കടലിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഇളകി മറിയുന്ന, എന്നാൽ പത്രോസിന് പറയാമായിരുന്നല്ലോ, ഈ ഇളക്കം ഒന്ന് നിർത്തിയാൽ ഞാൻ കാല് വയ്ക്കാം. അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോഴും കടൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അതിൻ്റെ മുകളിൽ പത്രോസ് കാല് വെച്ചപ്പോൾ ആമേൻ, ആ കടൽ കോൺക്രീറ്റ് പോലെയായി. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ കോൺക്രീറ്റ് പോലെ ആകാൻ പോവുകയാണ്. അതിൻ്റെ രൂപം മാറാൻ പോവുകയാണ്, അതിൻ്റെ ഭാവം മാറാൻ പോവുകയാണ്. പക്ഷെ അതിൻ്റെ ഭാവം മാറണമെങ്കിൽ നിങ്ങൾ കാല് വയ്ക്കണം. ഹല്ലേലൂയ. ബോട്ടേ നിന്നുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഉപവാസം പ്രാർത്ഥന നടത്താം, ഞാൻ അത് ചെയ്യാം, ഇത് ചെയ്യാം, ഞാൻ ബോട്ടേ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം, ബോട്ടിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ആർത്തിരമ്പുന്ന കടലിൻ്റെ മുകളിൽ കാലുകൾ വയ്ക്കണം, കാല് വെച്ച് പഠിക്കണം. മുങ്ങിയാലും കുഴപ്പമില്ല. ഞാൻ പത്രോസിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്, മുങ്ങിയാലും പുള്ളി കാല് വെച്ചില്ലേ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ചേ. നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാതെ നിങ്ങളൊരു രോഗിക്ക് വേണ്ടി ഇന്നുവരെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങൾ അവരുടെ തലയിലോട്ട് കൈവച്ചിട്ടുണ്ടോ? ഒരു ഭൂതം മാറാൻ നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിയിട്ടുണ്ടോ? കൽപ്പിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ പോലത്തെ സാഹചര്യങ്ങളിൽ വിശ്വാസത്താലുള്ള കാൽവയ്പ്പുകൾ നിങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മാവിലുള്ള ജീവിതം അറിയില്ല. ഇന്ന് നിങ്ങൾ തിരിച്ചറിയണം, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. ആത്മാവിൽ ഒരു ചലനം നടക്കണം, ആത്മാവിൽ ഒരു മൂവ്മെന്റ് നടക്കണം. നിങ്ങളുടെ ആത്മാവിൽ നിന്ന് മനസ്സിലേക്ക് നിങ്ങൾക്കൊരു ചിന്ത വെളിപ്പെടണം. ആ ചിന്തയിൽ നിങ്ങളുടെ ശരീരം മൂവ് ചെയ്യണം. ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ ആത്മാവിൽ നിന്ന് മനസ്സിലേക്ക് ഒരു തോട്ട് ദൈവാത്മാവ് തരും. ആ തോട്ടിന് നിങ്ങൾ സറണ്ടർ ചെയ്താൽ നിങ്ങളുടെ ശരീരം അതിലേക്ക് ചലിക്കും. ആ ചലനത്തിലൂടെയാണ് ദൈവശക്തി നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ നിന്ന് ശരീരത്തിലൂടെ പുറത്തു വരാൻ പോകുന്നത്. ഈ ജീവിതത്തിൻ്റെ പേരാണ് ആത്മാവിലുള്ള ജീവിതം. അല്ലാതെ പെന്തിക്കോസ് പള്ളിയിൽ പോയതുകൊണ്ട് ആത്മാവിലുള്ള ജീവിതം ആകത്തില്ല. 2 അന്യഭാഷ പറഞ്ഞതുകൊണ്ട് ആത്മാവിലുള്ള ജീവിതമാകത്തില്ല. അന്യഭാഷ പറയുമ്പോൾ ആത്മാവിലുള്ള ജീവിതം ആരംഭിക്കുന്നുണ്ട്, പക്ഷെ അതിൽ ജീവിക്കണം. നമ്മൾ അന്യഭാഷ പറയുന്നത് എപ്പോഴാണ്? ഹല്ലേലൂയ. പാട്ടെല്ലാം തീരാറാകുമ്പോൾ അവസാനത്തെ 2 മിനിറ്റാണ് നമ്മുടെ അന്യഭാഷ. അങ്ങനെ അന്യഭാഷ പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല. നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ തുടരുമ്പോൾ നിങ്ങളുടെ അകത്ത് അസാധാരണമാകുന്ന ബലത്തെ പരിശുദ്ധാത്മാവ് നിക്ഷേപിച്ച് നിങ്ങളെ കൊണ്ട് ചില മൂവ്മെൻറ്റുകൾ ദൈവം ചെയ്യിപ്പിക്കും. നിങ്ങളത് വിശ്വസിച്ച് ഈ നാമിയും പറഞ്ഞാട്ടെ. ചില മൂവ്മെൻറ്റുകൾ നിങ്ങൾ എടുക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുൻപിൽ ഇപ്പോഴും ചില കടലുകൾ ആർത്തിരമ്പിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പത്രോസ് കാല് വെച്ചപ്പോൾ ആ മിനിറ്റിൽ അത് കോൺക്രീറ്റ് പോലായി. ബ്രദറെ, ഈ കാല് വെക്കാതെ എന്തെങ്കിലും വകുപ്പുണ്ടോ? പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, നിങ്ങളൊരു ആത്മാവ്, മനസ്സ്, ശരീരമാണ്. നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ അന്യഭാഷ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഫിസിക്കലി വ്യത്യാസം വരത്തില്ല. ഫിസിക്കലി വ്യത്യാസം വരണമെങ്കിൽ നിങ്ങൾ ആത്മാവിൽ നിന്ന് കേട്ട ഒരു ശബ്ദം നിങ്ങളുടെ മനസ്സിൽ വരണം. മനസ്സിൽ നിന്ന് ആ ശബ്ദത്തിൽ ശരീരം ഒരു മൂവ്മെന്റ് എടുത്തേലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു രോഗിയെ സൗഖ്യമാക്കിയിട്ട് പറഞ്ഞത്, നിന്റെ കിടക്ക എടുത്ത് നടക്ക. ഹല്ലേലൂയ. അത് പറഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവൻ അവിടെ തന്നെ അങ്ങ് കിടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? യേശു പ്രാർത്ഥിച്ചാലും വിടുതൽ നടക്കത്തില്ല. അതുകൊണ്ട് യേശു പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ നിന്റെ ശക്തി റിലീസ് ചെയ്തു, പക്ഷെ ഇനി നീ കിടക്ക എടുത്ത് നടക്കണം എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നിന്ന് മനസ്സിലേക്കൊരു ചിന്ത, അതിലൂടെ ശരീരത്തിലേക്കൊരു ശക്തി വ്യാപരിച്ച് ആ ശരീരം അതിനോട് പ്രതികരിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആക്ഷൻസിലാണ് ദൈവശക്തിയുടെ ഫൈനൽ വെളിപ്പാടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ തുള്ളി, ഞാൻ ചാടി, ഞാൻ മറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ, നിങ്ങൾക്ക് ആത്മാവിലുള്ള പ്രവർത്തികൾ ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിൽ അത് നിർജീവമാ. പ്രവർത്തി കൂടാത്ത വിശ്വാസം
നിർജീവമാ. നിങ്ങളുടെ ആത്മാവിൽ ജീവൻ ഉണ്ടെങ്കിൽ ആത്മാവിൽ നിങ്ങളുടെ ശരീരം കൺട്രോൾ ചെയ്യപ്പെടും, നിയന്ത്രിക്കപ്പെടും. ആത്മാവിൽ നിങ്ങൾ എന്ത് ചെയ്യപ്പെടും? നിയന്ത്രിക്കപ്പെടും. എല്ലാവരും പറഞ്ഞു, ആത്മാവിൽ നിങ്ങൾ എന്ത് ചെയ്യപ്പെടും? നിയന്ത്രിക്കപ്പെടും. അതിൻ്റെ പേരാണ് ആത്മാവിൽ നടക്കുക. ആത്മാവിൽ കൈകൊട്ടാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, ആത്മാവിൽ പാടാൻ ഇഷ്ടമാണ്, ആത്മാവിൽ ഹല്ലേലൂയ പറയാൻ ഇഷ്ടമാണ്. പക്ഷെ ആത്മാവിൽ നടക്കാൻ ഇഷ്ടമല്ല. എന്താണ് ഗലാത്യർ 5:16 പറഞ്ഞിരിക്കുന്നത്? ആത്മാവിൽ കൈകൊട്ടുവീനെന്ന് മാത്രമാണോ? ആത്മാവിൽ പ്രസംഗിക്കുവീനെന്ന് മാത്രമാണോ? ആത്മാവിൽ അലറി കൂകുക എന്ന് മാത്രമാണോ? അല്ല, ആത്മാവിൽ നടക്കുക. ആത്മാവിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നടക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ നടത്തം വരുന്ന ഇവിടെ കാലുകൾ, ശരീരം. അപ്പൊ നിന്റെ ആത്മാവിലുള്ള ഒരു ശക്തി നിന്റെ ശരീരം വരെ വെളിപ്പെട്ട് ശരീരം അതിനൊത്ത് നിയന്ത്രിക്കപ്പെടണം. ശരീരം അതിനൊത്ത് എന്ത് ചെയ്യണം? നിയന്ത്രിക്കപ്പെടണം. നിന്റെ ശരീരം മാത്രമാണ് നീ ഇങ്ങോട്ട് തിരിയുമെങ്കിൽ, നീ ആത്മാവിൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ ചിലപ്പോൾ നീ ഇങ്ങോട്ടാണ് തിരിയാൻ പോകുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ആത്മാവിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ പൊതുവെ തിരിയുന്നിടത്തേക്ക് നിങ്ങൾ തിരിയത്തില്ല, നിങ്ങൾ വേറെ ചില ദിശകളിലേക്ക് തിരിയും. ആ ദിശകളിലേക്ക് തിരിഞ്ഞാൽ അവിടെ ജീവൻ ഒഴുകും, അവിടെ ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചത് വെളിപ്പെടും. ബ്രദറെ, എനിക്ക് വേണ്ടി ദൈവം ഒന്നും ചെയ്യുന്നില്ല ബ്രദറെ, എനിക്ക് വേണ്ടി ദൈവം ഒന്നും ഒരുക്കിയിട്ടില്ല ബ്രദറെ, ഇത്രയും നാൾ ദൈവത്തെ ഞാൻ സേവിച്ചു, പക്ഷെ എനിക്ക് വേണ്ടി ദൈവം ഒന്നും ചെയ്തില്ല ബ്രദറെ. അതിൻ്റെ കാരണം ഞാൻ പറയാം. ദൈവം ഒന്നും ചെയ്യാഞ്ഞിട്ടല്ല, ദൈവം ചെയ്തു വെച്ചതുമായിട്ട് നീ കണക്റ്റ് ആയില്ല. അതെന്താ ബ്രദറെ ഞാൻ കണക്റ്റ് ആകാത്തെ? ദൈവം ചെയ്തു വെച്ചതിൽ നിന്നെ കൊണ്ട് കണക്റ്റ് ചെയ്യുന്നത് ആത്മമണ്ഡലമാണ്. നിന്റെ ശ്രമം കൊണ്ട് നിനക്ക് അവിടെ എത്താൻ പറ്റില്ല. പലരും പറയുന്നുണ്ട്, ബ്രദറെ ഞാൻ ഒത്തിരി വാഗ്ദത്തം കേട്ടു ബ്രദറെ, ഞാൻ ഒത്തിരി ദൂത് കേട്ടു ബ്രദറെ, ഇതുവരെയും എൻ്റെ ജീവിതം പക്ഷേ അതിൽ എത്തിയില്ല ബ്രദറെ. ആര് പറഞ്ഞു വാഗ്ദത്തം കേട്ടാൽ നീ അവിടെ എത്തുമെന്ന്? വാഗ്ദത്വവും ദൂതും എന്തിനാണ് നിനക്ക് തരുന്നതെന്ന് അറിയാവോ? നീ ഒരു ചലനത്തിലോട്ട് കയറാൻ വേണ്ടിയിട്ടാ. നീ ആത്മാവിൽ ചലിച്ചാലേ നീ ആ വാഗ്ദത്തത്തിൽ എത്തത്തുള്ളൂ. ഇസ്രായേൽ മക്കൾ മുഴുവൻ വാഗ്ദത്തം കേട്ടു. ഞാൻ നിങ്ങളെ കനാനിൽ കൊണ്ടുപോകും, ഞാൻ നിങ്ങളെ കനാൻ തരും. ആര് കയറിയെന്നേ പറയുന്നേ? യോശുവയും കാലേബും മാത്രം, ബാക്കി എല്ലാവരും പട്ടുപോയി. അതെന്താ? ദൈവമല്ലേ ദൂത് പറഞ്ഞത്, പ്രവാചകനല്ലല്ലോ. നമ്മൾ പറയുന്നത് അങ്ങനെയല്ലേ, പ്രവാചകൻ പറഞ്ഞിട്ട് നടന്നില്ല ബ്രദറെ എന്ന്. പ്രവാചകൻ പറഞ്ഞിട്ട് നടക്കാത്തതല്ല, അന്ന് ദൈവം ഡയറക്റ്റാ പറഞ്ഞത്. അപ്പൊ ദൈവം തെറ്റാണോ? ദൈവം ദൂത് പറഞ്ഞവരെല്ലാവരും അവിടെ എത്തിയില്ല, 2 പേരെ എത്തിയുള്ളൂ, യോശുവയും കാലേബും. അതെന്താ കാര്യം? 2 പേരെ ആ ദൂതിന് വേണ്ടി ആത്മാവിൽ ചലിച്ചുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ചലിക്കാതെ വീട്ടിൽ ഇരുന്നിട്ട് ദൈവം എല്ലാം മടി കൊണ്ട് തരത്തില്ല. യോശുവയോടും കാലേബിനോടും അല്ലെങ്കിൽ മുഴുവൻ ഇസ്രായേൽ മക്കളോട് ദൈവം എന്തോ പറഞ്ഞേ? ഞാൻ പോയി അനാക്യ മല്ലന്മാരെ എല്ലാം കൊന്ന് കനാൻ ദേശം തരാമെന്ന് പറഞ്ഞില്ല. ദൈവം കനാൻ ദേശം തരാമെന്ന് പറഞ്ഞത് നിങ്ങൾ ആത്മാവിൽ മൂവ് ചെയ്ത് അവിടുള്ള അനാക്യ മല്ലന്മാരെ നിങ്ങൾ തോപ്പിക്കണം, അതിനുള്ള ശക്തി ഞാൻ തരാമെന്നാണ് പറഞ്ഞത്. ഇത് പ്രശ്നം എന്തോന്നറിയോ? നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദൈവം എല്ലാം ചെയ്തു തീർത്ത് നമ്മുടെ കയ്യിൽ പാഴ്സലായിട്ട് കാര്യം കൊണ്ടുതരണം. അങ്ങനല്ല, നമ്മൾ ആത്മാവിൽ ചലിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആത്മാവിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? നമ്മൾ ആത്മാവിൽ ചലിച്ചുകൊണ്ടേയിരിക്കണം. ആത്മാവിൽ ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം നമുക്കായിട്ട് ഒരുക്കിയിടത്തേക്ക് നമ്മൾ എത്തുന്നത്. പലരും പകുതി വഴിക്ക് വെച്ച് പട്ടുപോകുന്നതിൻ്റെ കാര്യം ദൈവം അവരെ വിളിക്കാഞ്ഞോണ്ടല്ല, ദൂത് കേൾക്കാഞ്ഞോണ്ടല്ല, ദൂത് തെറ്റിയോണ്ടല്ല, പ്രവാചകൻ തെറ്റിയോണ്ടല്ല, പ്രവചനത്തിന് വേണ്ടി നീ ആത്മാവിൽ സ്റ്റെപ്പ് എടുക്കാത്തോണ്ടാ. നിന്റെ ആത്മാവിനൊത്ത് നിന്റെ ശരീരം നീങ്ങിയില്ല കുഞ്ഞെ, നീ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടില്ല. ഓ ഷാറാബാലാറ്റായാറാബ, ആത്മാവിലുള്ള കണക്ഷൻസ് നിനക്ക് വന്നില്ല. ദൈവം അപ്പുറത്ത് ചിലരുമായിട്ട് കണക്ട് ചെയ്യാൻ ദൈവം നിന്നെ വെച്ചിരുന്നു. ചില ശുശ്രൂഷകന്മാരോട് ഞാൻ പറയാം, നിങ്ങളുടെ അടുത്ത ശുശ്രൂഷ എന്തുകൊണ്ട് ഓപ്പൺ ആയില്ല? നീ ആത്മാവിൽ മൂവ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പുറത്ത് ചില കണക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നീ പൊളിറ്റിക്സും കളിച്ച് നീ ജഡത്തിൽ ഇങ്ങോട്ടാണ് മൂവ് ചെയ്തേ. നീ ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ ദൈവം ഒരുക്കിയ ആത്മാവിലുള്ള മൂവ്മെന്റുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി.
ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദൈവം ഒരുക്കിയത് ഇപ്പുറത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ പോയത് അങ്ങോട്ടാണ്. അപ്പോൾ ജഡവും ആത്മാവും രണ്ട് ദിശകളിലേക്ക് യാത്ര ചെയ്യുകയുള്ളൂ. എല്ലാവരും പറഞ്ഞാട്ടെ, ജഡവും ആത്മാവും രണ്ട് ദിശകളിലേക്കേ യാത്ര ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് ഗലാത്യർ 5:16 താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നത്, ആത്മാവിലുള്ളത് ജഡത്തിനും ജഡത്തിനുള്ള ആത്മാവും തമ്മിൽ വിരോധമല്ലോ. ജഡത്തിൻ്റെ പ്രവൃത്തി ആത്മാവിൻ്റെ പ്രവൃത്തി തമ്മിൽ ഫൈറ്റാണെന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. നമുക്ക് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് പോകാം. അതിൻ്റെ 16 തൊട്ട് നമുക്കൊന്ന് വായിക്കാം, 17 വായിക്കാം. For the flesh desires what is contrary to the spirit, and the spirit what is contrary to the flesh. They are in conflict with each other. അപ്പം അവർ തമ്മിൽ വിരോധമാണ്. ജഡവും ആത്മാവും തമ്മിൽ വിരോധമാണ്. ജഡത്തിൻ്റെ ആഗ്രഹം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആഗ്രഹവും തമ്മിൽ വിരോധമാണ്. നിന്നെ തടഞ്ഞത് പിശാചല്ല, നിന്നെ തടഞ്ഞത് ദൈവമല്ല, നിന്നെ തടഞ്ഞത് നിന്റെ ജഡമാണ്. കാരണം നീ ജഡത്തിൽ പിന്നെയും ജീവിച്ചു, നിന്റെ അകത്ത് ആത്മാവ് വന്നു. ഇവിടെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഈ ഗലാത്യ സഭയെന്ന് പറഞ്ഞാൽ ആത്മാവില്ലാത്ത സഭയെന്നല്ല, ആത്മാവ് വന്ന സഭയോടാണ് പൗലോസ് എഴുതുന്നത്. നീ ഇപ്പോൾ ആത്മാവിൽ നടക്കുന്നില്ല. ഗലാത്യർ 3:1 പറഞ്ഞു, ആത്മാവിൽ തുടങ്ങിയിട്ട് നീ ജഡത്തിലാണോ കലാശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവരാരംഭിച്ചത് ആത്മാവിലാണ് എന്ന് കരുതി ഇപ്പോൾ അവർ ആത്മാവിലാണെന്നില്ല. നമ്മൾ പല ക്രിസ്ത്യാനികളും ഇങ്ങനെയാണല്ലേ. ഹല്ലേലൂയ. ആരംഭം പലപ്പോഴും ആത്മാവിലാണ്, പക്ഷേ ഒടുക്കം പലപ്പോഴും ആത്മാവിലല്ല. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധ ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആത്മാവിൽ മൂവ് ചെയ്തോണ്ടേയിരിക്കണം. നിങ്ങളുടെ അകത്ത് ആത്മാവിലൊരു ചിന്തയുണ്ട്, നിങ്ങളുടെ അകത്ത് ആത്മാവിലൊരു ചലനമുണ്ട്, നിങ്ങളുടെ അകത്ത് ആത്മാവിലൊരു മൂവ്മെൻ്റ് ഉണ്ട്. അതിനൊത്ത് ശരീരത്തെ വിട്ടുകൊടുക്കുക. അത് സംസാരിക്കാൻ, അത് ചിന്തിക്കാൻ, ആ ദിശയിലേക്ക് യാത്ര ചെയ്യാൻ നിന്റെ മനസ്സിനെയും ശരീരത്തെയും വിട്ടുകൊടുക്കുക. ആത്മാവ് രാജാവാകട്ടെ നിന്നിൽ, നിന്റെ ശരീരം അതിൻ്റെ അടിമയാകട്ടെ. ഹല്ലേലൂയ. ഈ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റുമോ? ഈ ജീവിതത്തിലേക്ക് കയറിയെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അസാധാരണത്വം നിങ്ങൾക്ക് ദർശിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ആമേൻ. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ അസാധാരണ ജീവിതമാണ് ആത്മാവിലുള്ള ജീവിതം. ഈ അസാധാരണ ജീവിതമാണ് ആത്മാവിലുള്ള ജീവിതം. ആത്മാവിലുള്ള ജീവിതം. ഈ ജീവിതത്തിലോട്ട് കയറിയാൽ പിന്നെ നിങ്ങൾ അസാധാരണത്വം കണ്ടുകൊണ്ടേയിരിക്കും, പിന്നെ നിങ്ങൾ അസാധാരണത്വം അനുഭവിച്ചു കൊണ്ടേയിരിക്കും, പിന്നെ നിങ്ങൾ അസാധാരണത്വത്തിൽ ജീവിച്ചു കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിപ്പോൾ ഈ പ്രിയപ്പെട്ട ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയും അത്യന്ത ബലവും കർത്താവെ അസാധാരണമാകുന്ന രീതിയിൽ കടന്നു വരുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക ബലം, ദൈവിക സാമീപ്യം, ആത്മാവിലുള്ള ജീവിതം അവരുടെ ലൈഫിൽ ഓപ്പൺ ആകാൻ വേണ്ടി ഞങ്ങളിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവികമാകുന്ന ആത്മാവിലുള്ള ജീവിതത്തെ ഞങ്ങൾ ഈ പ്രിയപ്പെട്ട ജനത്തിൻ്റെ അകത്ത് ഞങ്ങളതിനെ ഓപ്പണാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇന്നു മുതൽ ഇവർ ചിന്തകളിലല്ല, ഇവർ ശരീരത്തിലല്ല ജീവിക്കുന്നത്, ഇവർ ആത്മാവിൽ ജീവിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഇവരെ ബ്ലസ് ചെയ്യുന്നു, തിരുകരത്തിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ 17 വർഷമായി മുട്ട് തേയ്മാനം, 2 മുട്ടിനും തേയ്മാനമായിട്ട് തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറച്ചു നാളായിട്ടുള്ളൂ കഴിക്കാത്തത്. അപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു, ഇനി മരുന്ന് എടുക്കണ്ട, മുട്ട് 2 മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ഒട്ടും നടക്കാനേ പറ്റത്തില്ലായിരുന്നു. ഞാനിപ്പോ ഈ സൂം തുടങ്ങിയപ്പോ മുതലേ ഈ സൂമിൽ അറ്റൻഡ് ചെയ്യണുണ്ട്. മെസ്സേജൊക്കെ ബ്രദറിൻ്റെത് ഞാൻ കേൾക്കുന്നുണ്ട്. ആ മെസ്സേജൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോ മുതലേ നമുക്ക് ആത്മാവില് ചില മാറ്റങ്ങളൊക്കെ കാണാൻ തുടങ്ങി. കൂടുതലായിട്ട് കർത്താവിനോട് ഒരു ഇന്റിമസി തോന്നി തുടങ്ങി.
അത് കൂടാതെ തന്നെ പിന്നെ നമ്മൾ അതിലിങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് ഒരു ചൂട് അനുഭവങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പോലും അറിയാതെ എന്റെ കാലുവേദന ഇങ്ങനെ സൗഖ്യപ്പെടണം. അത് ആദ്യമൊന്നും എനിക്കത് മനസ്സിലായില്ല. സൗഖ്യമാണ്. പക്ഷെ ഞാൻ നോക്കുമ്പോ എനിക്ക് ഇങ്ങോട്ട് വെയിറ്റ് കുറയണത് പോലെ തോന്നുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോ മോള് എന്നോട് പറഞ്ഞു നമുക്ക് പൊക്കം വെച്ചല്ലാന്ന് പറയുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാനിങ്ങനെ നടക്കുമ്പോ എനിക്ക് നന്നായിട്ട് വേദന അധികം തോന്നണില്ല. പിന്നെ ഞാൻ അപ്പൊ ചെറിയ ചെറിയ വേദന ഇങ്ങനെ മാറുമ്പോഴൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കത് പൂർണ്ണമായിട്ട് മാറി. എനിക്ക് നടക്കാൻ സാധിക്കുന്നുണ്ട്. ഒരടി പോലും സ്വന്തമായിട്ട് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ആരെങ്കിലും പിടിച്ചൊക്കെയാണ് എന്നെ വണ്ടി കയറ്റണം. സ്കൂട്ടറിലൊന്നും എനിക്ക് കേറാനേ പറ്റൂലായിരുന്നു. അങ്ങനത്തെ അവസ്ഥകളൊക്കെ മാറി. അപ്പൊ ഇപ്പൊ ആന്റി, ഞാനൊരു അത് മുട്ടിന്റെ തേയ്മാനമായിരുന്നോ? ഡോക്ടർമാർ എന്താണ് അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നത്? ഡോക്ടർമാര് പറഞ്ഞത് ഇത് ഇനി മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തന്നെ ചെയ്യണം. അല്ലാതെ ഇതിന് വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, അങ്ങനെ പറഞ്ഞു. ശസ്ത്രക്രിയ പറഞ്ഞിരുന്നതാണ്, അല്ലാതെ ഒരു ആ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. വേറെ ഒരു ഓപ്ഷനും ഇല്ല അതിനെന്ന് പറഞ്ഞു. ഈ മുട്ട് ഇനി തേയ്മാനം കാരണം ആന്റിക്ക് എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ടുകൾ? ഇപ്പൊ എന്താണ് മാറ്റം ഉണ്ടായത്? ഈ മുട്ട് തേയ്മാനത്തിന്റെ വേദന എന്ന് പറഞ്ഞാൽ അത് വന്നവർക്കേ അറിയാൻ പറ്റുള്ളൂ. ഭയങ്കര വേദനയായിരിക്കും. ഒരു അടി നടക്കാനായിട്ട് പറ്റില്ല. മുട്ടിന്റെ അകത്ത് ഭയങ്കര ഭയങ്കര പെയിനാണ്. പിടിച്ചു വേണം പിള്ളേരൊന്ന് ഇറക്കാനൊക്കെ, പുറത്തോട്ടൊക്കെ ഇറക്കാനായിട്ടൊക്കെ. അത്രക്ക് വേദനയായിരുന്നു. ഒന്ന് വണ്ടി കയറണമെങ്കിലും ആരെങ്കിലും പിടിച്ചൊക്കെ കയറ്റണം. അത്ര വേദന സഹിച്ചോണ്ടിരുന്നായിരുന്നു. ഇപ്പൊ എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോയി വണ്ടിയിൽ കയറാൻ പറ്റണം. ഇപ്പൊ 2 ആഴ്ചയായിട്ട് എനിക്ക് ചർച്ചിൽ പോകാൻ ഞങ്ങളുടെ വണ്ടി കംപ്ലൈന്റ് ആയത് കൊണ്ട് ചർച്ചിലെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടും ജംഗ്ഷനിലാണ് ആക്കണത്. അപ്പൊ ആ ജംഗ്ഷനിൽ നിന്ന് വീട് വരെ 20 മിനിറ്റ് നടക്കണം. ആ 20 മിനിറ്റ് നടന്നിട്ട് എനിക്ക് ഒരു വേദനയും ഉണ്ടായിരുന്നില്ല. 2 ആഴ്ച ഞാൻ അങ്ങനെ നടന്നു. ഈ നേരത്തെ എനിക്ക് 2 ആഴ്ചയായിട്ട് ആന്റിയുടെ മുട്ടിന് വേദന ഉണ്ടായിട്ടില്ല. ഇല്ല. പക്ഷെ ഇതിനു മുമ്പ് അങ്ങനെ നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒട്ടും നടക്കാൻ പറ്റൂല. ഒട്ടും നടക്കാൻ പറ്റൂല. അത്രയും സന്തോഷമാണ് എനിക്ക്. ഞാൻ ഈ റൂമിൽ കയറിയത് കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയ വലിയ ദൈവത്തെ കൂടുതൽ അറിഞ്ഞപ്പോ ബ്രദറിലൂടെയുള്ള ആ വചനങ്ങൾ വലിയ വലിയ വിടുതലാണ്. ഇത് മാത്രമല്ല ബ്രദറെ, നമുക്ക് ഉള്ളിലും ഇതുപോലെ നല്ല രൂപാന്തരീകരണം വരണുണ്ട്. ആമേൻ, ആമേൻ. പിന്നെ അതുപോലെ തന്നെ ഇനിയുണ്ട് എന്റെ പ്രഷർ, എന്റെ കൊളസ്ട്രോൾ, ഇയർ ബാലൻസ്, ഇതെല്ലാം എനിക്ക് ഇന്ന് പൂർണ്ണ സൗഖ്യമായി ബ്രദറെ. ഞാൻ അത്രയും സന്തോഷത്തിലാണ്. ഏതൊക്കെയാണ് ആന്റി? പ്രഷർ, കൊളസ്ട്രോള്, ഇയർ ബാലൻസ്. ഈ മൂന്നിനെ കുറിച്ചും എന്തായിരുന്നു ചികിത്സകൾ ഉണ്ടായിരുന്നോ? ഡോക്ടർമാർ എന്താണ് പറഞ്ഞിരുന്നത്? ഒന്ന് പറഞ്ഞാട്ടെ. എന്റെ ജീവിതാവസാനം വരെ മരുന്നെടുക്കണം. 17 വർഷം ഇതും കഴിച്ചുകൊണ്ടിരിക്കണായിരുന്നു. പ്രഷറിന്റെ ഇതിന്റെ മരുന്ന്, കൊളസ്ട്രോളിന്റെ. ഇയർ ബാലൻസ് പിന്നെ കഴിഞ്ഞിടക്കാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ പ്രഷറിന്റെയും ഷുഗറിന്റെയും കൊളസ്ട്രോളിന്റെ എല്ലാം മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ആ, അല്ല, ഇപ്പൊ അത് നോർമൽ ആയി എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയോ? എങ്ങനെ അറിയാം നോർമൽ ആയെന്ന്? എനിക്ക് മെഷീൻ ഉണ്ട് ഇവിടെ. അപ്പൊ മെഷീനിൽ ഇപ്പൊ 2 ആഴ്ചയായിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നോർമൽ റിപ്പോർട്ടാ കാണിക്കുന്നത്. കണ്ട് നോർമലാ കാണിക്കുന്നത്. അതെ. ഓ ഹല്ലേലൂയ. ഇപ്പം പണ്ട് പ്രഷറൊക്കെ കാരണം മരുന്ന് കഴിച്ചില്ലെങ്കിൽ തലകറക്കം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. തലവേദന, തലയുടെ ബാക്കിൽ ഞരമ്പ് വലിഞ്ഞു പിടിക്കുന്ന പോലത്തെ വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ.